ഹായ്, അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ വിശേഷം? ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് മർഹൂം സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ വിയോഗത്തിന് ഇന്ന് 4 ആണ്ട് തികയുകയാണ്. പ്രിയപ്പെട്ട സ്നേഹമന്ത്രം കൊണ്ട് ആശ്വാസം പകർന്ന അറ്റാക്ക എന്ന തലക്കെട്ടിൽ പ്രിയങ്കരനായ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇന്ന് ചന്ദ്രികയിൽ എഴുതിയ ലേഖനം നമുക്കൊന്ന് കേട്ടുനോക്കാം. തേടിയെത്തുന്നവരുടെ മനസ്സിലെ സൂക്ഷ്മ ഖിന്നത പോലും കണ്ടെടുത്ത് സ്നേഹമന്ത്രം കൊണ്ട് ലേപനം പുരട്ടി ആശ്വാസം നൽകിയിരുന്ന ഭിക്ഷുകരനായിരുന്നു പ്രിയപ്പെട്ട സഹോദരൻ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ. കാരുണ്യത്തിൻ്റെ ആൾരൂപമെന്ന പ്രയോഗം ഏറ്റവുമധികം ഇണങ്ങുന്ന ഒരാൾ. കഴിഞ്ഞ ദിവസം മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കായി മുസ്ലിം ലീഗ് പണികഴിപ്പിച്ച വീടുകൾ കൈമാറിയപ്പോൾ ഏറ്റവും അധികം ആഗ്രഹിച്ച സാമീപ്യം അദ്ദേഹത്തിൻ്റെതായിരുന്നു. വീടില്ലാത്ത പാവപ്പെട്ടവർക്ക് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ സ്മരണാർത്ഥം വീട് നിർമ്മിച്ചു നൽകുന്ന ബൈത്തുറഹ്മ പദ്ധതി നടപ്പിലാക്കിയ നേതാവിനെ ശൂന്യമായ ആകാശത്തിന് കീഴിൽ നിന്നും വാടക വീടുകളിൽ നിന്നും ആളുകളെ തേടിയെടുത്ത് അടച്ചുറപ്പുള്ള ഭവനങ്ങളിലേക്ക് ആനയിച്ച പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ സാംസ്കാരിക പരിസരത്ത് എന്നും ചർച്ച ചെയ്യപ്പെട്ടിരുന്ന, ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന നാമമാണ് അറ്റാക്കയുടേത്. ലളിതമായ സംസാരം കൊണ്ടും ഹൃദ്യമായ പെരുമാറ്റം കൊണ്ടും മനുഷ്യരെ തങ്ങളിലേക്ക് ആകർഷിക്കുന്ന മാന്ത്രികത അദ്ദേഹത്തിനുണ്ടായിരുന്നു. വേദനകളിൽ ആശ്വാസം തേടിയെത്തുന്നവരെ ചേർത്ത് നിർത്താനും അവരുടെ നോവുകൾ തീർക്കുന്നതിനും അവർക്ക് സാധിച്ചു. ആ ജീവിതചര്യ പകർത്തുകയാണ് എൻ്റെയും പിന്തലമുറക്കാരുടെയും ഉത്തരവാദിത്വം. അത് നിറവേറ്റാനുള്ള നിരന്തര പരിശ്രമത്തിലാണ് ഞങ്ങളെല്ലാം. അതിനായി ഇന്നും ഞങ്ങളുടെ മുറ്റം ജനങ്ങൾക്കായി തുറന്നിരിക്കുകയാണ്. അവിടെ ഇറങ്ങി നടക്കുന്നത് അവരാണ്. അവിടെ ഓടി കളിക്കുന്നത് അവരുടെ മക്കളാണ്. പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ അവരുടേതാണ്. അത് ഞങ്ങൾ അവരുടെ വിഹാരത്തിനായി വിട്ടു നൽകിയതാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ പിതാവ് മരണപ്പെട്ടതോടെ സഹോദരങ്ങളുടെ മേൽനോട്ടത്തിലായിരുന്നു എൻ്റെ ബാല്യകാലം. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെയും ഉമർ അലി ശിഹാബ് തങ്ങളുടെയും ഹൈദരലി ശിഹാബ് തങ്ങളുടെയും വീക്ഷണവും ശാസനയും വ്യക്തിത്വത്തെ പരുവപ്പെടുത്തി. പിന്നീട് ചുമതലകളോരോന്നും ഏൽപ്പിക്കപ്പെട്ടപ്പോൾ മാർഗദർശിയായും അവരുണ്ടായിരുന്നു. സംഘടനകളുടെ നേതൃത്വത്തിലേക്ക് പരുവപ്പെടുത്തിയെടുക്കുന്നതിന് അവസാനം വരെ കൂടെ ഉണ്ടായിരുന്നതും പ്രിയപ്പെട്ട അറ്റാക്കയായിരുന്നു. SKSSF-ൽ തുടങ്ങിയ സംഘടനാ ജീവിതം മുസ്ലിം യൂത്ത് ലീഗ്, SYS, മുസ്ലിം ലീഗ് നേതൃത്വത്തിലെത്തുന്നതുവരെ അദ്ദേഹം കൂടെ നടന്നു. ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതും അദ്ദേഹത്തിൽ നിന്നും പകർന്നു കിട്ടി. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മൊഴികളാണ്. പ്രവർത്തനങ്ങളും രീതിശാസ്ത്രവുമാണ്. പിതാവ് മരിക്കുന്നതിന് 1 വർഷം മുമ്പാണ് അറ്റാക്ക പഠനം പൂർത്തിയാക്കി വരുന്നത്. ഞാനും അനുജൻ അബ്ബാസ് അലി ശിഹാബ് തങ്ങളുമൊക്കെ ബാല്യത്തിലാണ്. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ഉമർ അലി തങ്ങളുമൊക്കെ ബാപ്പാൻ്റെ പൊതുപ്രവർത്തനത്തിൻ്റെ ദൗത്യം ഏറ്റെടുത്ത് പ്രവർത്തന മണ്ഡലത്തിൽ ഇതോടെ അറ്റാക്ക പിതാവിനെ ശുശ്രൂഷിക്കാൻ കൂടെ തന്നെ നിന്നു. ആറ്റപ്പൂ എന്നാണ് ബാപ്പ ഹൈദരലി തങ്ങളെ വിളിച്ചിരുന്നത്. അറ്റാക്കും ബാപ്പയെ അത്രയേറെ ഇഷ്ടമായിരുന്നു. ചെറുപ്പം മുതലേ ബാപ്പക്കൊപ്പം കിടക്കുന്നത് അറ്റാക്കയാണ്. ചെറുപ്പത്തിലെ ഉമ്മ മരിച്ചതോടെ ആ ഹൃദയബന്ധം ഊഷ്മളമാണ്. ഞാനും അനിയൻ അബ്ബാസ് അലിയും ജനിക്കുന്നതിന് മുമ്പ് കുറേ കാലം ബാപ്പാൻ്റെ ചെറിയ കുട്ടിയായിരുന്നല്ലോ. ആ അടുപ്പം ബാപ്പാക്ക് വലിയ ആശ്വാസമേകി. മരുന്നും ഭക്ഷണവും കൊടുത്തു പരിചരിച്ച അറ്റാക്ക ബോംബെയിലേക്ക് ബാപ്പയെ ചികിത്സക്ക് കൊണ്ടുപോയപ്പോഴും കൂടെ പോയി. പാണക്കാട് അഹമ്മദ് അജിയും ചാക്കേരി അഹമ്മദ് കുട്ടി സാഹിബുമൊക്കെയാണ് കൂടെ പോയ മറ്റുള്ളവർ. അന്ന് രോഗത്തിൻ്റെ ഗൗരവമോ തീവ്രതയോ ഒന്നും എനിക്കറിയുമായിരുന്നില്ല. ബോംബെ ടാറ്റ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം തിരിച്ചെത്തി വീട്ടിൽ തന്നെ കിടന്ന് ചികിത്സ ചെയ്യുമ്പോഴും എവിടേക്കും പോകാതെ അറ്റാക്ക കൂടെ തന്നെയായിരുന്നു. അറ്റാക്കയുടെ പഠനകാര്യത്തിലും
ബാപ്പാക്ക് വലിയ ശ്രദ്ധയായിരുന്നു. പാണക്കാട് സ്കൂളിലെ പ്രൈമറി പഠനശേഷം മികച്ച വിദ്യാഭ്യാസം ലഭിക്കുന്ന കോഴിക്കോട് മദ്രസത്തുൽ മുഹമ്മദിയ ഹൈസ്കൂളിലേക്ക് വിട്ടു. പിന്നീട് MM ഹൈസ്കൂളിൽ ചേർന്ന് പഠിച്ചു. SSLC പാസ്സായി തിരിച്ചെത്തി ദർസിലും വൈകാതെ പൊന്നാനി മൊയിനത്തുൽ ഇസ്ലാം അറബി കോളേജിൽ പഠനം. മൊയിനത്തിൽ നിന്ന് ബിരുദമെടുത്ത ശേഷമാണ് പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ ചേരുന്നതും ഫൈലി ബിരുദം കരസ്ഥമാക്കുന്നതും. EK അബൂബക്കർ മുസ്ലിയാർ, കോട്ടുമല ഉസ്താദ്, കുമരമ്പത്തൂർ മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങി മഹാഗുരുനാഥന്മാരുടെ ഇഷ്ടശിഷ്യനായ അദ്ദേഹം ജീവിതത്തിലുടനീളം ഔന്നിത്യം കാത്തു സൂക്ഷിച്ചു. ശംസുൽ ഉലമ തൻ്റെ ശിഷ്യനായ ഹൈദരലി തങ്ങളെ കൊണ്ട് പല വേദികളിലും ദുആ ചെയ്യിപ്പിച്ചാണ് സ്നേഹം പ്രകടിപ്പിച്ചതും ആദരിച്ചതും. ബാപ്പയിൽ നിന്ന് നേരിട്ട് ലഭിച്ച ആത്മീയ ശിക്ഷണവും കരഗതമാക്കിയ വിജ്ഞാനവും ആർജിച്ചെടുത്ത നേതൃപാഠവും പാണക്കാട് കുടുംബത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നേതൃഗുണങ്ങളിലേക്ക് ഉയരാൻ അദ്ദേഹത്തെ പ്രാപ്തമാക്കി. പാണക്കാട് കുടുംബത്തിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ആത്മീയവും രാഷ്ട്രീയവുമായുള്ള നേതൃത്വ സമന്വയത്തെ ശാന്തമായി അദ്ദേഹം പ്രതിഫലിപ്പിച്ചു. ബാപ്പാൻ്റെ മരണത്തോടെ ശിഹാബ് തങ്ങൾ സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെയും ഹൈദരലി തങ്ങൾ മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിൻ്റെയും അമരത്ത് വന്നു. മുസ്ലിം ലീഗിൻ്റെയും സമസ്തയുടെയും ഹൃദയത്തിലേറ്റി അർപ്പിച്ച മനസ്സുമായി നയിച്ചു. SKSSFന് മുമ്പ് സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗമായിരുന്ന SSF പ്രഥമ പ്രസിഡന്റായിരുന്നു ഹൈദരലി തങ്ങൾ. പിന്നീട് SYS പ്രസിഡന്റായി. സമസ്ത ഉപാധ്യക്ഷനും നിരവധി മഹല്ലുകളുടെ ഖാദിയുമായിരിക്കുമ്പോൾ തന്നെ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനവും പരാതിക്കിടമില്ലാത്ത വിധം അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയി. 2 പതിറ്റാണ്ടിലേറെ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റായ ശേഷമാണ് അദ്ദേഹം ശിഹാബ് തങ്ങൾ വിയോഗശേഷം സംസ്ഥാന പ്രസിഡന്റാവുന്നത്. UDF രാഷ്ട്രീയത്തെ മുന്നിൽ നിന്ന് നയിച്ച അദ്ദേഹം മുസ്ലിം ലീഗിന് ഏറ്റവും അധികം MLAമാരെയും മന്ത്രിമാരെയും സംഭാവന ചെയ്ത പ്രസിഡന്റ് കൂടിയാണ്. ഇന്ന് മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കലാണ് നാം നിൽക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിലും രാഷ്ട്രീയ തീരുമാനത്തിലും അറ്റാക്കയുടെ മാതൃകയുണ്ട്. പ്രതിപക്ഷ പാർട്ടി എന്നതിൽ നിന്നും ഭരണപക്ഷ പാർട്ടിയാകാനുള്ള ശ്രമത്തിലാണ് മുസ്ലിം ലീഗ്. അതിനുള്ള പ്രവർത്തന സജ്ജമായി അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുണ്ട്. അറ്റാക്ക് നയിച്ച വഴിയെ സമൂഹത്തെയും സമുദായത്തെയും നയിക്കാൻ നമുക്ക് കരുത്തുണ്ടാകണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാനവറുകളുടെ ദർജ ഉയർത്തട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഓർത്തെടുത്തത് നമ്മുടെ സമുദായത്തെയും അതുപോലെ തന്നെ രാഷ്ട്രീയത്തെയും ഒക്കെ ഒരുമിച്ച് തൻ്റെ ഉള്ളംകൈയിൽ ഒരു പോറലുമേൽക്കാതെ പതിറ്റാണ്ടുകളോളം നമ്മൾക്ക് മുന്നിലൂടെ കടന്നുപോയ ഒരു മനുഷ്യയെയാണ്. പാണക്കാടിൻ്റെ പൂമുത്ത് മർഹൂം സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ, പ്രിയപ്പെട്ട അറ്റാക്ക, പ്രിയപ്പെട്ട തങ്ങളെയാണ് നമ്മൾ ഓർത്തെടുത്തത്. പ്രിയങ്കരനായ സഹോദരൻ പ്രിയപ്പെട്ട പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളാണ് പ്രിയപ്പെട്ട തങ്ങളെ ഓർത്തെടുത്തുകൊണ്ട് ഇന്നത്തെ ചന്ദ്രികയിൽ അദ്ദേഹത്തിൻ്റെ ലേഖനമുള്ളത്. നമുക്കറിയാം, ഏറ്റവും ശ്രദ്ധേയമായി ഏറ്റവും പ്രതാപകാലത്ത് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും സുപ്രധാന പ്രതാപകാലത്ത് പാർട്ടിയെ നയിച്ച നേതാവായിരുന്നു പ്രിയപ്പെട്ട തങ്ങൾ എന്നുള്ളത് സാദിഖ് അലി തങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. ഏറ്റവും കൂടുതൽ MLAമാരുള്ള ഒരു കാലത്ത് പാർട്ടിയെ ഏറ്റവും സുപ്രധാന പ്രതാപകാലത്ത് പാർട്ടിയെ നയിച്ച ഒരു നേതാവായിരുന്നു പ്രിയപ്പെട്ട തങ്ങൾ. അതിനേക്കാൾ ഉപരിയായി സമസ്ത കേരള ജമിയത്തുൽ ഉലമയെയും മുസ്ലിം ലീഗിനെയും തൻ്റെ ഉള്ളം കയ്യിൽ വെച്ചുകൊണ്ട് വളരെ കൃത്യതയോടുകൂടെ തന്നെ ഒരു പോറലും ഏൽക്കാതെ കൃത്യമായി നയിച്ച ആ ഇരു പ്രസ്ഥാനങ്ങളെയും തൻ്റെ ഉള്ളംകൈയിൽ വെച്ച് ഒരു പോറലും ഏൽക്കാതെ കൃത്യതയോടുകൂടെ തന്നെ പാരമ്പര്യമായി തനിക്ക് കിട്ടിയ ആ ഒരു ചര്യ പിന്തുടർന്നുകൊണ്ട് കൃത്യമായി വളരെ കൃത്യതയോടുകൂടെ നമ്മുടെ പ്രസ്ഥാനത്തെയും അതുപോലെ തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെയും ഒറ്റ കൈയിൽ വളരെ കൃത്യതയോടുകൂടെ കൊണ്ടു നടന്ന ഒരു നേതാവായിരുന്നു മർഹൂം സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ലേഖനത്തിൻ്റെ ഏറ്റവും
കൃത്യമായി നമുക്ക് പറയാനുള്ള ആ ഒരു ഏറ്റവും ശ്രദ്ധേയമായ ഇതിൽ നിന്നുള്ള വരികൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഏതായാലും പ്രിയപ്പെട്ട തങ്ങൾ ഇന്ന് നമ്മോടൊപ്പമില്ല. 4 ആണ്ട് തികയുകയാണ്. പ്രിയപ്പെട്ട തങ്ങളോടൊപ്പം അള്ളാഹു നമ്മയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളിൽ നിന്ന് ഒരുപാട് ആളുകൾ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. പ്രിയപ്പെട്ട തങ്ങൾ ഓർക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാർ പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, പ്രിയപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഇവരൊക്കെ നമ്മൾക്ക് മുന്നിലൂടെ കടന്നുപോയ സമുന്നതരായ നേതാക്കളാണ്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് കേട്ടുപരിചയമുള്ള ചരിത്രങ്ങളിലൂടെ താളുകളിലൂടെ നമ്മൾ കേട്ടുപരിചയമുള്ള പാണക്കാട് PMSA പൂക്കോയത്തങ്ങൾ, ഇവരുടെ ഉപ്പ. ആ പാണക്കാട് കുടുംബത്തിൻ്റെ തണലിൽ ഇനിയും ഈ ഇരു പ്രസ്ഥാനങ്ങൾക്കും അതുപോലെ തന്നെ ഈ സമുദായത്തിനും മതേതര ജനാധിപത്യ രാജ്യം എന്നുള്ള നിലക്ക് ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഏറ്റവും ഭീതിയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ കൃത്യമായി തങ്ങളുടെ തങ്ങളുടെ കുറഞ്ഞ വാക്കുകൾ കൊണ്ട് സാന്ത്വനമേകുന്ന കുടുംബം ഇന്നും നമുക്ക് നൽകുന്ന തണല് ഒരിക്കലും നമുക്ക് പറയാനും പറഞ്ഞറിയിക്കാനും കഴിയാത്ത രൂപത്തിലാണ്. പല പ്രതിസന്ധി ഘട്ടങ്ങളിലും അവർ നമുക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ വളരെ കുറഞ്ഞ വാക്കുകൾ കൊണ്ട് നമുക്ക് വലിയ ഭീതിയുണ്ടാകുന്ന സമയത്ത് പോലും വളരെ കൃത്യതയോടുകൂടെ തന്നെ നമുക്ക് ആശ്വാസമേകിയ വാക്കുകളാണ് പാണക്കാട് കുടുംബത്തിൻ്റെ നേതാക്കളിൽ നിന്നും നമുക്ക് ലഭിച്ചത്. ഇനിയും ഖിയാമത്ത് നാൾ വരെ അത് വളരെ കൃത്യമായി തന്നെ നമുക്കൊക്കെ താങ്ങും തണലുമായി നിൽക്കാൻ ആ കുടുംബത്തിന് സാധിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞ നേരത്തെ സൂചിപ്പിച്ച പ്രിയപ്പെട്ട പാണക്കാട് മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തൻ്റെ ഒരു പുരുഷായുസ് മുഴുവനും ഈ പ്രസ്ഥാനത്തിനും ഈ സമുദായത്തിനും ഈ എല്ലാ സംഘടനക്കും വേണ്ടി ജീവിച്ച തൻ്റെ ഒരു പുരുഷായുസ് മുഴുവൻ നമുക്ക് വേണ്ടി ചിലവഴിച്ച മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, പ്രിയപ്പെട്ട മർഹൂം സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അജേയമായ തേരോട്ടത്തിന് നേതൃത്വം വഹിച്ച പ്രിയപ്പെട്ട ഉമർ അലി ശിഹാബ് തങ്ങൾ, അതോടൊപ്പം തന്നെ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെയാണ് ഇന്ന് നമ്മൾ ഓർത്തെടുത്തത്. അതോടൊപ്പം തന്നെ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു എല്ലാവരും, ഒരുപാട് ആളുകൾ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞിട്ടുണ്ട്. അവരോടൊപ്പം അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പരിശുദ്ധ റമളാനിലാണ് നമ്മൾ പ്രിയപ്പെട്ട തങ്ങളെ ഓർത്തെടുക്കുന്നത്. ഈ റമളാൻ്റെ പുണ്യം കൊണ്ട് പ്രിയപ്പെട്ട തങ്ങളെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പടച്ച തമ്പുരാൻ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ പ്രിയപ്പെട്ട തങ്ങളെ കൂടി ഓർത്തെടുക്കണമെന്ന് വസിയത്ത് നൽകിക്കൊണ്ട് ഇന്നത്തെ ഈ പ്രിയപ്പെട്ട സ്നേഹമന്ത്രം കൊണ്ട് ആശ്വാസം പകർന്ന അറ്റാക്ക എന്ന തലക്കെട്ടിൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ, സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ പ്രിയപ്പെട്ട പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ എഴുതിയ ഈ ലേഖനം നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ മഹാന്മാരോടൊപ്പം അള്ളാഹു നമ്മെയും ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.